കുടുംബശ്രീ CDS വാർഷികാഘോഷം നടത്തി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. വിളംബര ഘോഷയാത്രയോടെയാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. അനുമോദനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. വടക്കേ ആഞ്ഞിലിമൂട്ടിലായിരുന്നു വാർഷികാഘോഷ പരിപാടികൾ. ആനക്കുന്നേൽ ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്രയോടെയാണ് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വാർഷികാഘോഷങ്ങളുടെ സമാപനം പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. ജീവിതം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. രാവിലെ എഴുന്നേറ്റ് പാചകം ചെയ്യുക, മുക്കറയിട്ട് കുളിക്കുക, ഉച്ചകഴിഞ്ഞ് വീണ്ടും ഉച്ചയ്ക്ക് പാചകം ചെയ്യുക, വൈകിട്ട് പാചകം ചെയ്യുക, രാത്രി പാചകം ചെയ്യുക. പക്ഷെ അത് സീരിയലും ഇല്ലായിരുന്നു, ചൂട് ഭക്ഷണം വീടുകളിലുണ്ടായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ തിരക്കായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരാൾ തന്നെ പല സംഘടനകളുടെ ഭാഗമായിരിക്കുകയാണ്. ഇന്ന് സ്ത്രീകൾ സമുദായ സംഘടനകളുണ്ട്, കുടുംബശ്രീയിലുണ്ട്, തൊഴിലുറപ്പിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തന്നെയാണ് കുറെ പേര് ആശമാരായിട്ട് പോകുന്നുണ്ട്, അംഗൻവാടി ടീച്ചർമാരായിട്ട് കുറെ പേർക്ക്. ഇതിന്റെ എല്ലാം ബേസ് ഇത് തന്നെയാണ്. ഇന്ന് ജനപ്രതിനിധികൾ വന്നത് എത്രയധികം പേരാണ് കുടുംബശ്രീക്കാരായി ഇവിടെ പ്രവർത്തിച്ച് നല്ല ജനപ്രതിനിധികളായി വന്ന എത്രയധികം പേരാണ്. എത്ര CDS ചെയർപേഴ്സന്മാര്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായി വന്ന കാഴ്ചയൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടു. അപ്പൊ എല്ലാ അർത്ഥത്തിലും സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ട ഈ കാലത്ത് സ്വയം ഇനി തിരിച്ചറിയണം. നമ്മൾ നിങ്ങളുടെ കഴിവ്, നമ്മുടെ കഴിവെന്ന് വെച്ചാൽ പുരുഷന്മാരെ എല്ലാം അടിച്ച് താഴെയിട്ടിട്ട് മുന്നേ പോകാതൊന്നുമല്ല. അതൊന്നുമല്ല കഴിവിന്റെ മാനദണ്ഡം. ഞാൻ വിശ്വസിക്കുന്നത് സ്വയം തിരിച്ചറിവാണ് അവനവന്റെ ഏറ്റവും വലിയ ഒരു കണ്ടെത്തൽ. CDS ചെയർപേഴ്സൺ ഇന്ദിരാബായി അധ്യക്ഷത വഹിച്ചു. ശ്രീലത S. തമ്പി സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് S, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അനന്തരാജൻ എന്നിവർ മുഖ്യ അതിഥികളായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ സമ്മാനദാനം നിർവഹിച്ചു. ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ചെയ്തു കൊടുക്കാവുന്ന വലിയ സഹായമാണ്, സേവനമാണ്, ഉയർച്ചയാണ്. എന്നും എല്ലാവരോടൊപ്പം നിൽക്കാൻ അവസരമുണ്ടാക്കുന്ന ആ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നത് യാസിൻ കാരണമാണ്. ഈ യാസിൻ കേരളത്തിലും ഇന്ത്യയിലും, യാസിൻ ഒരു കീബോർഡ് വായനക്കാരൻ മാത്രമല്ല, യാസിൻ കഥ എഴുതും, കവിത എഴുതും, ഈ യാസിൻ ഫുട്ബോൾ കളിക്കും, ഈ യാസിൻ ക്രിക്കറ്റ് കളിക്കും. വലിയ ക്രിക്കറ്റുകാരാണ്. ഒരു മനുഷ്യന് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് യാസിൻ ഇന്ന് ഇന്ത്യയുടെ നെറുകയിലേക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് വരട്ടെ എന്ന് ദേവികുളങ്ങരക്കാർ ആശിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ S. രേഖ, ലീന രാജു, രജനി ബിജു, പഞ്ചായത്ത് അംഗം E. ശ്രീദേവി, R. രാധേഷ്, രാധാകൃഷ്ണൻ, P. സ്വാമിനാഥ്, ശ്യാമ വേണു, ലീന, പ്രശാന്തി രാജേന്ദ്രൻ, ശ്രീലത, ചന്ദ്രലേഖ, മിനി മോഹൻ ബാബു, അമൃത T. മോഹൻ, ശാന്തി മോൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.